ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ട്രെൻഡിങ് ആയിരിക്കുന്ന കൊറിയൻ മാംഗോ പാൻ കേക്കാണ് ഞാൻ ഉണ്ടാക്കണേ. ഇതിനായിട്ട് 1 കപ്പ് മൈദ ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു തുണ്ട് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ട ഇപ്പോൾ ഇത് നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് എടുക്കണം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ അരിക്കുമ്പോൾ അത് പോവും. ഇനി ഈ പാൻ കേക്കിൻ്റെ മിക്സ് നമ്മൾ 10 മിനിറ്റ് ഫ്രിഡ്ജിലെങ്ങാനും വെക്കണം കേട്ടോ. ഇനി ഒരു പാത്രം ചൂടാക്കി എടുത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയോ ബട്ടറോ എന്താണെങ്കിൽ തടവി കൊടുക്കുക കേട്ടോ. അതിലേക്ക് പാൻ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ വെള്ളയപ്പമൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ റൗണ്ടിന് നമ്മുടെ ഈ പാൻ ചുറ്റിയിട്ട് നമ്മൾ ഈ പാൻ കേക്ക് ഇങ്ങനെ വട്ടനെ പരത്തിയെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതിൽ നിറച്ച് ബബിൾസ് വരും കേട്ടോ. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഈ കയ്യിലോണ്ട് ഇങ്ങനെ അരികൊന്ന് പൊന്തിച്ച് കൊടുത്താൽ അത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും കേട്ടോ. തിരിച്ചിടാൻ പാടില്ല കേട്ടോ. ഇതുപോലെ എല്ലാ പാൻ കേക്കും നമ്മൾ ശരിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഈ മിക്സ് കൊണ്ട് നമുക്കൊരു 7 പാൻ കേക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് എല്ലാ പാൻ കേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ സോഫ്റ്റാണ് കേട്ടോ. കണ്ട ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കണേ. നല്ല ഒരു ഇപ്പോൾ തന്നെ എന്തൊരു നല്ല മണമാണ് കേട്ടോ വരുന്നത്. നല്ല സോഫ്റ്റ് പാൻ കേക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ കയ്യിലെടുക്കണം കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പഴുത്ത മാങ്ങയാണ്. അത് ചതുരം കഷ്ണങ്ങളിലാണ് കേട്ടോ ഞാൻ നുറുക്കിയിരിക്കുന്നത്. ശരിക്കും കൊറിയൻ മാംഗോ പാൻ കേക്കിൽ നീളനുള്ള കഷ്ണങ്ങളാണ് ഉണ്ടാവുക. ഇത് വിപ്പിംഗ് ക്രീമാണ്, ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ നേരത്തെ. ഇനി നമുക്ക് പാൻ കേക്ക് എടുത്തിട്ട് അതിൻ്റെ വേവിച്ച വശം മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ വിപ്പിംഗ് ക്രീം. എന്നിട്ട് ഈ മാങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞത് അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ അത് ഒറ്റ പീസായിട്ട് തന്നെ മാങ്ങ വയ്ക്കാം. ഞാൻ അത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് വെച്ചേക്കണത്. ഇനി ഇതിൻ്റെ അരികു വശം ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. കണ്ട ഇതുപോലെ മടക്കി വെക്കണം. എന്നിട്ട് അത് ചെറുതായിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഞാൻ ചെറിയ പാൻ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ട ഇതുപോലെ റോൾ ചെയ്തിട്ട് നമ്മൾ ഓരോ പാൻ കേക്കും എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്ത് ഇനി അത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇപ്പോൾ നല്ല ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല കുറച്ച് കട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. കണ്ട ഇപ്പം നല്ല എന്താ പറയുക, എന്തൊരു മണം വരണേ. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റാട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.